ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ലഡുവിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ലഡു തയ്യാറാക്കാമെന്നൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ കടലമാവ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആദ്യമേ നമുക്ക് ഇതിലേക്ക് വേണ്ട ബൂന്തി തയ്യാറാക്കണം. അപ്പോൾ ബൂന്തിക്ക് വേണ്ട ബാറ്റർ റെഡിയാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു 250 ഗ്രാം കടലപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ബൗളിലേക്കൊന്ന് അരിച്ചെടുക്കാം. കട്ടയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അരിച്ചെടുക്കുന്നത്. ഇപ്പം നമ്മൾ 250 ഗ്രാം കടലപ്പൊടി അരിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ബൂന്തി തയ്യാറാക്കാനുള്ള മിക്സാണ് റെഡിയാക്കിയെടുക്കുന്നത് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് തന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ലഡുവിനും ബൂന്തിക്കും നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്താലും നല്ല കളറ് കിട്ടുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പാൽപ്പമായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു ബാറ്റർ ആക്കി എടുക്കണം. നോർമൽ വാട്ടർ ഒഴിച്ചാൽ മതി, ചൂടുവെള്ളമൊന്നും വേണമെന്നില്ല. സാധാരണ പച്ചവെള്ളം ഒഴിച്ചാലും മതി. ഇപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരുവം പോരാ. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ ലൂസാക്കി എടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പിഞ്ച് അപ്പക്കാരം കൂടെ ചേർത്തിട്ടുണ്ട്. ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. ഒരു പിഞ്ച് അപ്പക്കാരം അതുകൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഈ ഒരു പരുവാണ് വേണ്ടത്. ഇനി നമുക്ക് ബൂന്തി തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ ബൂന്തി റെഡിയാക്കി എടുക്കാം. ഇപ്പം ഇതുപോലത്തെ ഈ കോരി എല്ലാവരുടെ വീട്ടിലുണ്ടാവുമല്ലോ, ഇത് വെച്ചിട്ടാണ് നമ്മൾ ബൂന്തി തയ്യാറാക്കുന്നത്. ഇതുപോലെ പിടിച്ചിട്ട് നമുക്ക് ഓരോ തവി മാവ് എടുത്തിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുമ്പം എല്ലാ ഭാഗത്തും തുള്ളി തുള്ളിയായിട്ട് വന്ന് വീഴും. അത് ബൂന്തിയായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ കോരി ഇല്ലെങ്കിൽ നമ്മൾ ചോറെല്ലാം ഊറ്റിയെടുക്കുന്ന ഒരു ഓട്ടയുള്ള പാത്രം ഉണ്ടല്ലോ, അതായാലും മതി. അപ്പോൾ നമ്മളിതിലേക്ക് മാവ് ഒഴിച്ച് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടാം, ലോ ഫ്ലെയിമിലൊന്നും ഇടണ്ട. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ക്രിസ്പി ആയി കിട്ടുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. ഇതൊന്നായതിനു ശേഷം നമുക്കിത് കോരി മാറ്റാം. ഒരുപാട് അങ്ങ് ക്രിസ്പി ആവാൻ നിൽക്കരുത്. ജസ്റ്റ് ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ അതങ്ങ് കോരി മാറ്റാവുന്നതേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ ബൂന്തി റെഡിയായി കിട്ടും. അപ്പോൾ നമുക്ക് ഇത് വെന്തിട്ടുണ്ട്, ഇതങ്ങ് കോരി മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ഈ കോരി വെച്ചിട്ട് ഓരോ തവി മാവായിട്ട് കോരി ഒഴിച്ച് ഇതുപോലെ മുഴുവനും വേവിച്ചെടുക്കാം. ഒരുപാട് അങ്ങ് ക്രിസ്പി ആവാനൊന്നും നിൽക്കണ്ട, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇതുപോലെ മുഴുവൻ മാവ് നമുക്ക് ബൂന്തി തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബൂന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം മിക്സിയുടെ ജാറിലിട്ടിട്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1.5 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ 1.5 കപ്പ് പഞ്ചസാരയിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തിട്ട് ഒരു തിക്കായിട്ട് വരുന്നത് വരെ ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് അല്പം കളർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർക്കുന്നില്ല. പിന്നെ ഇതിലേക്ക് ഏലക്ക വേണമെങ്കിൽ ചേർക്കാം. ഏലക്കാപ്പൊടിയോ അല്ലെങ്കിൽ ഈ ഷുഗർ സിറപ്പിൽ ഏലക്ക ചതച്ചിട്ട് കൊടുത്താലും മതി. അപ്പം ഞാനിത് രണ്ടും ചേർക്കുന്നില്ല. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിക്കായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. തിക്കായി വരുമെന്ന് പറഞ്ഞാൽ നമ്മൾ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒട്ടുന്ന ഒരു പരുവം, എന്താ പറയുക, ഒറ്റനൂൽ പരുവം എന്ന് പറയില്ലേ, ആ ഒരു പാകത്തിനാണ് ആയി കിട്ടേണ്ടത്. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ബൂന്തി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ബൂന്തി ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കയ്യിലേക്ക് തെറിക്കരുത്. പഞ്ചസാര ലായനി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് പൊള്ളും. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഫ്ലെയിം ഓഫ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഫ്ലെയിം തന്നെ കിടന്നോട്ടെ. ഇനി നമുക്കിത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ തന്നെ മിക്സായി വരണം. ഫ്ലെയിം കൂട്ടി തന്നെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല.
അപ്പോൾ നമ്മളിതിങ്ങനെ ഇളക്കുന്ന സമയത്ത് നമുക്ക് ഇച്ചിരി വെള്ളം കൂടിപ്പോയതുപോലെ തോന്നും. കുഴപ്പമൊന്നുമില്ല. വെള്ളം കൂടിപ്പോയാലും ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഒന്ന് വറ്റിച്ചെടുത്താൽ മതി, പ്രശ്നമൊന്നുമില്ല. ഷുഗർ സിറപ്പ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ആ ഒരു ഒട്ടുന്ന പരുവായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ബൂന്തിയുടെ പൊടി ഇട്ട് കൊടുക്കുമ്പോഴും ഇച്ചിരി അധികം വെള്ളമുള്ള പോലെ തോന്നിയാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ലഡു തയ്യാറാക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇനി വല്ലാതെ ഡ്രൈ ആവുമൊന്നുമില്ല, ഇത്രയേ ആവുള്ളൂ. ഇനി നമുക്ക് ഇതങ്ങ് ഓഫ് ചെയ്ത് വെക്കാം. ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയം നമുക്കിത് അടച്ച് വെക്കാം. എന്നിട്ട് നന്നായിട്ടല്ല നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ഒരു ചൂടിലാകുന്ന സമയത്ത് നമുക്ക് ബോൾസ് ആക്കി എടുക്കാം. അതുവരെ നമുക്കിതങ്ങ് അടച്ച് വെക്കാം. ഇപ്പോൾ ഏകദേശം നമുക്ക് കൈകൊണ്ട് തൊടാനൊക്കെ പറ്റുന്ന ഒരു ചൂടിലേക്ക് ആയിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതുപോലെയായിരിക്കും കാണുക. അപ്പം ഇത് ഒരുപാട് ഡ്രൈ ഒന്നും അല്ല, നമുക്ക് ബോൾസ് ആക്കാൻ പാകത്തിനാണ് ഇതുള്ളത്. അപ്പം നമുക്ക് ഇതെല്ലാം ബോൾസ് ആക്കി എടുക്കാം. ഇതുപോലെ ഓരോ ഉരുളയായിട്ട് കയ്യിലെടുത്ത് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്താൽ മതി. കയ്യിൽ നെയ്യോ എണ്ണയൊന്നും തടവേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് തന്നെ നെയ്യിൻ്റെ ഒരു ഇതുള്ളത് കൊണ്ട് കയ്യിലൊട്ടി പിടിക്കൊന്നുമില്ല. ഇതുപോലെ തന്നെ കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളി ലഡു. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു മുന്തിരിയോ അണ്ടിപ്പരിപ്പോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണമെങ്കിൽ. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഈ മുഴുവൻ കൂട്ടും കണ്ടില്ല, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഈ മുഴുവൻ കൂട്ടും ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ല ലഡു തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന സെയിം ടേസ്റ്റ് തന്നെയാണ് ഉള്ളത്. ഇപ്പം ഞാൻ ആ മുഴുവൻ കൂട്ടും ഇതുപോലെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. തുടർന്നും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.